ഫ്രണ്ട്സ്, മക്കളെ എല്ലാവരും ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? അപ്പം നിങ്ങളെ ഒന്ന് സഹായിക്കാനായിട്ട് ഞാൻ ഒരു 5 ചാപ്റ്റർ വേഗം ഒന്ന് റിവൈസ് ചെയ്തിട്ട് ആ ചാപ്റ്ററിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ 5 ചാപ്റ്റർ എന്ന് നോക്കാം. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, ആ ചാപ്റ്ററിൽ നിന്ന് ടോട്ടൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി 9 മാർക്സ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ നിന്നും 4 മാർക്കാണ്. കൂടുതലും കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആയിരിക്കാം ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ നിന്ന് ചോദിക്കാവുന്നത്. വെക്റ്റർ ആൾജിബ്ര ആൻഡ് 3 ഡയമെൻഷണൽ ജോമെട്രി, ഈ 2 ചാപ്റ്ററും കൂടെ ചേർന്ന് 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലേ? അപ്പോൾ അത് രണ്ടും ഈസി ആയിട്ടുള്ള ചാപ്റ്ററുമാണ്. അപ്പോൾ അത് തന്നെ അത്യാവശ്യം ഒന്ന് നോക്കിയാൽ നമുക്ക് ആ 14 മാർക്കും മേടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം വേഗം നമുക്ക് ഈ ഓരോ ചാപ്റ്ററും ഒന്ന് റിവൈസ് ചെയ്തിട്ട് ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വളരെ ചെറിയ ചാപ്റ്റർ ആണ്, ആകെ ഒരു എക്സസൈസ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടേബിളാണ്. ഏത് ടേബിള്? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ഒരു ടേബിൾ ഉണ്ടല്ലോ, ദാണ്ട് ഇത്, ഈ ഡൊമെയിൻ റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അപ്പോൾ ഈ ഒരു ലിമിറ്റ് അറിഞ്ഞെങ്കിൽ മാത്രമേ ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ അല്ലെങ്കിൽ റൈറ്റ് ദ പ്രിൻസിപ്പൽ വാല്യൂ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൽ നിന്ന് ഡയറക്റ്റും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് റൈറ്റ് ദ ഡൊമൈൻ അല്ലെങ്കിൽ റേഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്, സൈൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, ഇങ്ങനെ ഡയറക്റ്റ് MCQസും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ നന്നായിട്ട് പഠിച്ച് വെക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ടൊന്ന് ഓർത്തിരിക്കാനായിട്ട് നോക്കിയേ, സൈൻ ഇൻവേഴ്സ് എക്സും കൊസീക് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, ഇത് മൂന്നും തമ്മിൽ റിലേറ്റഡ് ആണ്. നോക്കിയാൽ മക്കളെ, സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വെച്ചാൽ ക്ലോസ്ഡ് -π/2 π/2, കൊസീക് ഇൻവേഴ്സ് എക്സ് ക്ലോസ്ഡ് -π/2 π/2ൽ നിന്നും 0യെ മാത്രം ഒഴിവാക്കുക. എന്തുകൊണ്ട്? 0 എന്ന് പറഞ്ഞ പോയിന്റിൽ കൊസീക് ഇൻവേഴ്സ് എക്സ് നോട്ട് ഡിഫൈൻഡ് ആണ്. ടാൻ ഇൻവേഴ്സ് എക്സിൽ ഓപ്പൺ -π/2 π/2, അത് മൂന്നും തമ്മിൽ റിലേറ്റഡ് ആണ്. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചില്ലേ എല്ലാവരും? അടുത്ത നോക്കിയേ, കോസ് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ്, ഇത് മൂന്നും തമ്മിലും റിലേറ്റഡ് ആണ്. അതിലെ കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് 0π, സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് 0π -π/2. ആ -π/2 എന്തുവാ? π/2 എന്ന് പറഞ്ഞ പോയിന്റിൽ അത് നോട്ട് ഡിഫൈൻഡ് ആണ്. ദെൻ കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ ഓപ്പൺ 0π. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ഒരു ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ് ഇത്. അതായത് കേസ് സ്റ്റഡി ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്ന 4 മാർക്കേ ഉള്ളൂ. ആ 4 മാർക്ക് എന്താണ്? കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഗ്രാഫ് സൈൻ എക്സിന്റെ ആണ്. നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സിൽ നിന്നാണ് ചോദ്യം ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് ചോദ്യം നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ദ എബവ് ഇൻഫർമേഷൻ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇഫ് എ ഈസ് ദ ഇന്റർവെൽ അതർ ദാൻ ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്, ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് വൺ സച്ച് ഇന്റർവെൽ. അപ്പം നിങ്ങൾക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ക്ലോസ്ഡ് -π/2 to π/2 ആണ് അല്ലേ? അപ്പം നോക്കിയേ, ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ ഇതിന് സിമിലർ ആയിട്ട് ഇപ്പം സൈൻ ഇൻവേഴ്സ് എക്സ് വരുമ്പോൾ ഇതിന് ആക്സിസ് ഇതൊന്ന് തിരിച്ചു വെച്ചാൽ മതി. y ആക്സിസ് എന്ന് പറയുന്നത് x ആകും, x എന്ന് പറയുന്നത് y ആകും. ഓക്കെ, ഈ ഫിഗർ ഒന്ന് തിരിഞ്ഞു വരുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ -π/2 to π/2ക്ക് സിമിലർ ആയിട്ടുള്ള ഇതിൻ്റെ വേറൊരു ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കൊടുക്കാം? അതാണ്ട് ഇത് കൊടുക്കാം, π/2 to 3π/2 എന്ന് പറഞ്ഞ ഇൻ്റർവെൽ കൊടുക്കാം. അപ്പോൾ ആദ്യത്തേൻ്റെ ആൻസർ എന്താണ്? ആദ്യത്തേൻ്റെ ആൻസർ ക്ലോസ്ഡ് π/2 3π/2 എന്ന് പറഞ്ഞ സിമിലർ ഇൻ്റർവെൽ നമുക്ക് എടുക്കാം. ഓക്കെ, എ എന്ന് പറഞ്ഞ ഇൻ്റർവെലിന് സിമിലർ ആയിട്ടുള്ളതാണ്. ഓക്കെ, if sin inverse x is defined from -1 to 1 to its principal value branch, find the value of sin inverse of, sin inverse ആണ്, sin inverse of -1/2 minus sin inverse 1. അപ്പോൾ എന്താണ് മക്കളെ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, sin inverse minus theta is equal to minus sin inverse theta എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ആൻസർ എന്താണ് വരുന്നത്? sin inverse of -1/2 minus sin inverse 1 minus sin inverse 1/2 minus sin inverse 1. 1/2 വരുന്നത് എപ്പോഴാണ്? സൈൻ ഇൻവേഴ്സിന്
30 ഡിഗ്രി അല്ലെങ്കിൽ π/6 എന്ന് പറയാം അല്ലേ. സോ മൈനസ് π/6 മൈനസ് 1 വരുന്നതോ π/2 ആണ്. സോ മൈനസ് π/2. ഇനി ഇതിൻ്റെ LC ഒക്കെ എടുത്തേ മൈനസ് 2π മൈനസ് 6π ഡിവൈഡഡ് ബൈ 12 മൈനസ് 8π ഡിവൈഡഡ് ബൈ 12 ദെൻ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ മൈനസ് 2π ഡിവൈഡഡ് ബൈ 3. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മൈനസ് 2π ഡിവൈഡഡ് ബൈ 3 എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഇപ്പോൾ 2 മാർക്ക് ഇപ്പം തന്നെ കിട്ടി. അടുത്ത തേർഡ് ക്വസ്റ്റ്യന് 2 മാർക്കാണ് അല്ലേ. ആദ്യത്തെ 2 ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതവും, മൂന്നാമത്തെ ക്വസ്റ്റ്യന് 2 മാർക്ക് വീതമാണ്. അങ്ങനെ ടോട്ടൽ 4 മാർക്ക്. ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് ആകെ ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നോക്കിയാൽ മക്കളെ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ സൈൻ ഇൻവേഴ്സ് എക്സ് ഫ്രം -1 to 1 to ഇറ്റ്സ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന ഗ്രാഫ് ഏതായിരുന്നു? സൈൻ എക്സിൻ്റെ ഗ്രാഫ് ആയിരുന്നു. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു? y ആക്സിസ് എക്സ് ആയി, എക്സ് ആക്സിസ് y ആയി അല്ലേ. സോ y ഡാഷ് എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം എന്താണ്? ഒരു ഗ്രാഫ് വരയ്ക്കുക. ഇതെന്ന് പറയുന്നത് π/2 ആണ്. ഇതെന്ന് പറയുന്നത് മൈനസ് π/2. ഓക്കെ, ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അടുത്ത ഓർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓർ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? ആദ്യം നമുക്ക് ഡൊമെയിൻ നോക്കാം അല്ലേ. അപ്പോൾ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ട്. അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 1 - x ആണ്. നമുക്കറിയാമല്ലോ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് അല്ലേ. സോ ഹിയർ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 - x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നെടുത്താൽ ഈ 1 - xൻ്റെ 1 ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേന് എന്താകും? -1 ലെസ് ദാൻ -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 - 1 -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് എക്സ് ആണ് വേണ്ടത് അല്ലേ. എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഡൊമെയിൻ ആണ് വേണ്ടത്. അപ്പോൾ എന്താണ്? നെഗറ്റീവ് വാല്യൂ കൊണ്ട് ത്രൂ ഔട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ -2 +2 ആകും. ഇനീക്വാളിറ്റി സൈൻ ഗെറ്റ് റിവേഴ്സ്ഡ്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇത് എക്സ് ആകും, ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും ആകും. ഓക്കെ, അപ്പോൾ ഇതിനെ വേണേൽ തിരിച്ചു എഴുതാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇൻ്റർവെല്ലിൽ എഴുതുവാണെങ്കിൽ ക്ലോസ്ഡ് 0 2 എന്ന് പറഞ്ഞ് എഴുതും. ഇതാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ഡൊമെയിൻ ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ ആണ് ഇത്. ഇനി നമുക്ക് റേഞ്ച് വേണ്ടേ? ആ റേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സൈൻ ഇൻവേഴ്സ് ഓഫ് 1 - xൻ്റെ റേഞ്ച് അറിയാം. -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x 1 - x ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 എന്നാ അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 ടൈംസ് സൈൻ ഇൻവേഴ്സ് 1 - x എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ -π ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് 1 - x ലെസ് ദാൻ ഓർ ഈക്വൽ ടു π. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്ത് കിട്ടി? റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് -π എന്ന് പറഞ്ഞ് കിട്ടി. ക്ലോസ്ഡ് -π. ഓക്കെ അല്ലേ മക്കളെ. അപ്പം 4 മാർക്കും നിങ്ങൾക്ക് കിട്ടും. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണോ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി? കുഴപ്പമില്ല അല്ലേ. ഇൻ്റഗ്രേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും പ്രയാസം വരുന്നില്ല. അന്നെങ്കിലും കണ്ടിന്യൂറ്റിയുടെ ഒക്കെ ടോപ്പിക്കിൽ നിന്നും എന്തായിരിക്കാം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് തന്നിട്ട് എന്ത് ചോദിക്കാം? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ അൺനോൺ എന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും നമുക്ക് ചോദിക്കാറുണ്ട്. ഏതാണ്? കണ്ടിന്യൂസ് എന്ന് തരും, അൺനോൺ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു c + f of x is equal to ലിമിറ്റ് എക്സ്റ്റെൻസ് ടു c - f of x. ഇതാണ് അല്ലേ. അതായത് LHL is equal to RHL എന്ന് പറയുന്നതാണ് കണ്ടിന്യൂസ് ആകാനായിട്ടുള്ള കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് എന്ന് തന്നിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് k, ലാംഡ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ മക്കളെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ ദ ഫംഗ്ഷൻ f of x is equal to
x square plus 3 x not equal to 0 1 x is equal to 0. സോ താഴെ കുറേ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ നോക്കുമ്പോൾ ഇതിനകത്തെല്ലാം കണ്ടിന്യൂസ് എന്നാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അങ്ങനെ ഒന്ന് കണ്ടിന്യൂറ്റി നോക്കിയാലോ. ഇവിടെ എന്നാ പറഞ്ഞിരിക്കുന്നത് എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 വരുമ്പോൾ ഏതാ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് 3 ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്ത മക്കളെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും 3 എന്ന് വരും. എക്സിന് വാല്യൂ കൊടുക്കുമ്പം ആൻസർ 3 എന്ന് വരും. ഇനി നോക്കിയേ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ തന്നിരിക്കുന്നത് 1 എന്നാണ് തന്നിരിക്കുന്നത്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 0. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ് at x is equal to 0. x is equal to 0 എന്ന് പറഞ്ഞ പോയിന്റിൽ അത് കണ്ടിന്യൂസ് അല്ല എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഓപ്ഷനിലോട്ടൊന്ന് നോക്കി. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ എന്ന. അപ്പോൾ ആ ആറിനകത്ത് അല്ലെങ്കിൽ റിയൽ നമ്പറിനകത്ത് എന്തും വരും 0യും വരും. അപ്പോൾ അത് ഫോൾസ് ആണ് അല്ലേ. ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. കാര്യം 0യിൽ അത് കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത നോക്കി എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഫോർ എവറി ആർ. അതും ട്രൂ അല്ല. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ for every x belongs to r minus 0. അത് കറക്റ്റ് ആണോ. അതായത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നിന്നും 0 ഒഴികെയുള്ള എല്ലാ പോയിന്റ്സിലും എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന്. 0യിൽ കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഓപ്ഷൻ 3 അല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഓപ്ഷൻസും കൂടെ കമ്പയർ ചെയ്തിട്ട് ഫൈനൽ ആൻസറിലോട്ട് എത്തുക. ക്ലിയർ ആണല്ലോ അല്ലേ. അടുത്ത നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് എന്തൊക്കെയാണ് ഡെറിവേറ്റീവ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. ഏതൊക്കെ ടൈപ്പ് ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. കോമ്പോസൈറ്റ് ഫങ്ഷൻ പഠിച്ചു. എന്തായിരുന്നു കോമ്പോസൈറ്റ് ഫങ്ഷൻ? കോമ്പോസൈറ്റ് ഫങ്ഷൻ ഒരു എക്സാമ്പിൾ ആണ് സൈൻ ഓഫ് 4x + 3 എന്ന് പറയുന്നത്. ഇതൊരു കോമ്പോസൈറ്റ് ഫംഗ്ഷൻ ആണ് അല്ലേ. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാനായിട്ട് നമ്മൾ എന്ത് റൂളാണ് അപ്ലൈ ചെയ്തത്? ചെയിൻ റൂളാണ്. അതായത് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് 4x + 3 നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടത്? സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. സോ കോസ് ഓഫ് 4x + 3 ഇൻറ്റു 4x + 3യുടെ ഡെറിവേറ്റീവ് 4 എന്ന് കിട്ടി. സോ കോമ്പോസൈറ്റ് ഫംഗ്ഷൻ വന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ചെയിൻ റൂളാണ്. അതിനുശേഷം വരുന്നതാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. എന്താ മക്കളെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ y plus sin y is equal to cos x. ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം? രണ്ട് സൈഡും ഒരേപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഫൈനൽ ആൻസറിൽ നിന്ന് dy/dx അറേഞ്ച് ചെയ്ത് എഴുതുക. ഇങ്ങനെയാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, അതിൻ്റെ ഡയറക്റ്റ് റിസൾട്ടുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1/√1 - x², കോസ് ഇൻവേഴ്സ് എക്സ് -1/√1 - x², ടാൻ ഇൻവേഴ്സ് എക്സ് 1/1 + x². അപ്പോൾ ഈ റിസൾട്ടുകളൊക്കെ പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് മെയിനായിട്ട് കോസ് 2θ, സൈൻ 2θ, ടാൻ 2θ, അതേപോലെ സൈൻ 3θ, കോസ് 3θ, ടാൻ 3θ, ഈ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസും കൂടെ പഠിച്ചു വെച്ചാൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ വളരെ എളുപ്പമായിരിക്കും. അതായത് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി ചെയ്യുന്നതാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ കൂടുതൽ എളുപ്പമായിട്ട് ഉള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം പഠിച്ചു വെക്കുക. ഇനി ലോഗറിതമിക് ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പം ക്വസ്റ്റ്യൻ എങ്ങനെ വരാം? y = x sin x. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഒരു ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ, കോംപ്ലക്സ് ആയിട്ടുള്ള റാഷണൽ ഫംഗ്ഷൻ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ലോഗറിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യാം. അതെങ്ങനായിരുന്നു ആ മെത്തേഡ് എന്ന് പറയുന്നത്? ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ് അല്ലേ. അങ്ങനെ ലോഗ് എടുക്കുമ്പോൾ എന്ത് വരും? ലോഗ് y log x sin x എന്ന് എഴുതാം. അതിനുശേഷം നമുക്ക് ലോഗിൻ്റെ ലോസ് എന്തെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് വരും. അത് ഓരോ ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ log a/n ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനെ എങ്ങനെ എഴുതാം? n log a എന്ന് എഴുതാം അല്ലേ. സോ log y sin x log x എന്ന് എഴുതി. അതിനുശേഷം എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തിട്ട് നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ചെയ്ത പോലെ തന്നെ dy/dx അറേഞ്ച് ചെയ്ത് എഴുതുക.
ഓക്കെ, ഇത്രയാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ വരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണെന്നാണ് അത് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് അത് എങ്ങനെയാണ് അതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നത് ആലോചിക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ, ഫങ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോം. അപ്പോൾ പാരാമെട്രിക് ഫോമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ്? എക്സ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ, വൈ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. ഇവിടുത്തെ പാരാമീറ്റർ ഏതാണ്? തീറ്റയാണ്. ഇത് ടിയിൽ ചോദിക്കാം, വേറെ ഏത് പാരാമീറ്റർ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പാരാമീറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പം ഡി എക്സ് ബൈ ഡി തീറ്റ കാണുക, അതേപോലെ ഡി വൈ ബൈ ഡി തീറ്റ കാണുക. നമ്മുടെ ചോദ്യം ഡി വൈ ബൈ ഡി എക്സ് ആയിരിക്കും. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇപ്പം നമുക്ക് ഇപ്പം കണ്ടുപിടിച്ച എല്ലാ ടൈപ്പ് ഫങ്ഷൻസിൻ്റെയും ക്വസ്റ്റ്യനിൽ എന്ത് ചോദിക്കാം? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ചോദിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് ഓർഡറാണ് ഇതുവരെ ചെയ്തത്, ഒരു പ്രാവശ്യം കൂടെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സെക്കൻഡ് ഓർഡർ കിട്ടും അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രതീക്ഷിക്കാം. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു MCQ ആണ് ആദ്യം. ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് പൈ. സിമ്പിൾ ആയിട്ടുള്ളൊരു MCQ ആണ് അല്ലേ. അതേതാണ്? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്. സോ സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x വരും അല്ലേ. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് പൈ എന്നാണ്. സോ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് പൈ, വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. കോസ് ഓഫ് റൂട്ട് പൈ സ്ക്വയർ എന്ന് പറയുന്നത് പൈ ആണ്, ഇൻറ്റു 2 റൂട്ട് പൈ. കോസ് പൈ എന്താണ് മക്കളെ? -1 ആണ് അല്ലേ. സോ -2 റൂട്ട് പൈ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് വരുന്നത്. ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ചെയിൻ റൂൾ ആണ് നമ്മൾ ചെയ്തത്. ഇതൊരു കോമ്പോസൈറ്റ് ഫംഗ്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ചെക്ക് വെദർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു മോഡ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഓർ നോട്ട്. കണ്ടിന്യൂസ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്, ഡിഫറൻഷ്യബിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ആദ്യത്തെ ക്വസ്റ്റ്യനെ എഫ് ഓഫ് എക്സിനെ നമുക്കൊന്ന് കുറച്ചുകൂടെ ഡിഫൈൻ ചെയ്യാനായിട്ടുണ്ട്. കാര്യം എന്താണ്? ഇവിടെ മോഡ് എക്സ് ആണ് തന്നിരിക്കുന്നത്. ഈ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്യുന്നത്? മോഡ് എക്സ് ഇസ് ഈക്വൽ ടു പോസിറ്റീവ് എക്സ് ആയിരിക്കും ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് എക്സ് ആയിരിക്കും ഇഫ് എക്സ് ലെസ് ദാൻ 0 അല്ലേ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും മക്കളെ ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത്? എക്സ് സ്ക്വയർ ഇൻറ്റു പോസിറ്റീവ് എക്സ് ആയിരിക്കും ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് എക്സ് ആയിരിക്കും ഇഫ് എക്സ് ലെസ് ദാൻ 0. അപ്പോൾ എന്തായിട്ട് മാറും ഇത്? എക്സ് ക്യൂബ്, പോസിറ്റീവ് എക്സ് ക്യൂബായിട്ട് മാറി. ഇതോ നെഗറ്റീവ് എക്സ് ക്യൂബായിട്ടും മാറി. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ് ആണ്. ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ എന്ന് കാണാനായിട്ട് നമ്മൾ എന്നാ ചെയ്താൽ മതി? ഇതിൻ്റെ ഡെറിവേറ്റീവ് അങ്ങ് കാണുക. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3x² ആണ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അടുത്ത മൈനസ് എക്സ് ക്യൂബിൻ്റെ എന്താണ്? -3x² ആണ് ഫോർ എക്സ് ലെസ് ദാൻ 0. സോ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0യിൽ ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ എന്നാണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ LHL, LHD, LHL അല്ല, LHL എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ഇവിടെ നമുക്ക് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് LHD, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആണ് നോക്കുന്നത്. അപ്പോൾ അതെന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണ് പോയിന്റ്. സോ 0 മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആണ് ഈ 0 മൈനസ് വരുന്നത് അല്ലേ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് -3x². ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 0 എന്ന് കിട്ടും. അടുത്ത RHD നോക്കിയാൽ മക്കളെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് +3x². ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അതും 0 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ എന്നാ കിട്ടി? LHD ഈസ് ഈക്വൽ ടു RHD, ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് കിട്ടി. അങ്ങനെ എന്ത് പറയാം? therefore എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതിനൊരു ഓവർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്, ഇഫ് y is equal to root of tan root x, prove that root x dy by dx is equal to 1 plus y raised to 4 divided by 4y എന്നാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. y is equal to root of tan root x.
ജസ്റ്റ് ഞാൻ ഇതിൻ്റെ സ്ക്വയർ ഒന്ന് കാണുവാണ്. അതായത് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ y² = tan √x എന്നും കിട്ടും. അത് ഞാനിവിടെ എഴുതി ഒന്ന് മാറ്റി വെക്കുവാണ്, നമുക്ക് ആവശ്യം വരും. ഇനി എന്നാ ചെയ്യണം? പ്രൂവ് ദാറ്റിനകത്ത് dy/dx ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് dy/dx ഒന്ന് കാണാം. dy/dx = റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 √x-ൻ്റെ ഡെറിവേറ്റീവ് 1/2 √x ആണ് അല്ലേ? സോ 1/2 tan √x കഴിഞ്ഞോ? ഇല്ല, ചെയിൻ റൂളാ. ടാനിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? sec² √x. അതും കഴിഞ്ഞോ? ഇല്ല. √x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 √x. സോ dy/dx = sec² √x divided by 4 × √x × √tan √x. ഈ √x-നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുവാണ്. അതായത് √x × dy/dx = sec² √x-നെ 1 + tan² √x അല്ലെങ്കിൽ tan √x² എന്ന് എഴുതാലോ. നമ്മളുടെ ഐഡൻറ്റിറ്റി sec² θ - tan² θ = 1 എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റി. സോ അതിൽ നിന്ന് sec² θ 1 + tan² θ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 4 × tan √x. ഇനി നോക്കിയാൽ മക്കളെ, √x × dy/dx = tan √x-നെ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നത്? y² ആയിരുന്നു അല്ലേ? സോ 1 + y² divided by 4 × y √ tan √x എന്ന് പറയുന്നത് y അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്നാ കിട്ടി? dy/dx = √x × dy/dx = 1 + y⁴ divided by 4y. Hence proved. Prove that question അല്ലായിരുന്നോ? Hence proved എന്ന് പറഞ്ഞ് എഴുതി കാണിക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അടുത്ത നോക്കിയേ, അടുത്ത ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് അല്ലേ? ഇതും ഒരിച്ചിരി ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിലും കൂടുതലും ചോദിക്കുന്നത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടതാണ്. കാര്യം ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് അതുപോലെ പ്രോബബിലിറ്റി ഈ ഒരു രണ്ട് ചാപ്റ്ററിൽ നിന്ന് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ നിന്നും ഏത് ടോപ്പിക്കിൽ നിന്ന് വേണമെങ്കിലും കേസ് സ്റ്റഡി ആകാം. എല്ലാ ടോപ്പിക്കിൽ നിന്നും കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഓരോ വർഷവും. റേറ്റ് ഓഫ് ചേഞ്ചിൽ നിന്നും ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനിൽ നിന്ന് അതുപോലെ മാക്സിമം ആൻഡ് മിനിമം നിന്ന് സിമ്പിൾ വേർഡ് പ്രോബ്ലംസ് കേസ് സ്റ്റഡിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ചിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫംഗ്ഷൻസ്, കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പം ഏരിയ ഓഫ് സർക്കിൾ, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, പെരിമീറ്റർ, വോളിയം ഓഫ് ദ ക്യൂബ്, ക്യൂബോയിഡ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫോർമുലാസ് ഒക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതേപോലെ ക്വസ്റ്റ്യൻ തരുമ്പോൾ ആ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും വോളിയം dV/dt എന്നാണ്. അങ്ങനെ ആ ഒരു യൂണിറ്റിൽ നിന്നും നമുക്ക് ആൻസറിലോട്ട് പെട്ടെന്ന് തന്നെ എത്താനായിട്ട് പറ്റും. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ, അതിൻ്റെ പ്രൊസീജിയർ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായിരിക്കും ആ ഒരു ക്വസ്റ്റ്യനിൽ? നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ടാകും, ആ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, അതിനെ ഇക്വേറ്റ് ടു 0 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സിന് കുറച്ച് വാല്യൂസ് കിട്ടും. ആ വാല്യൂസിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്നാണ് പറയുന്നത് അല്ലേ? ഈ പോയിന്റ്സ് എല്ലാം കൂടെ നമ്മൾ എവിടെ മാർക്ക് ചെയ്തു? നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇൻ്റർവൽ -∞ x1, x1 x2, then x2 ∞. ഈ ഇൻ്റർവെൽസ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഓരോ ഇൻ്റർവെല്ലിലെയും വാല്യൂസ് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഫസ്റ്റ് ഡെറിവേറ്റീവിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അത് തെറ്റിപ്പോകല്ല മക്കളെ, ഫസ്റ്റ് ഡെറിവേറ്റീവിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. f(x)ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ തെറ്റായിരിക്കും കിട്ടുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ ആ കിട്ടുമെങ്കിൽ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. ഇനിയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആ കിട്ടുന്നെങ്കിൽ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതും ഇൻ്റർവെൽസ് ആയിരിക്കും ചോദിക്കുന്നത്. അത് ഇതേ രീതിയിൽ കണ്ടുപിടിച്ച് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത മാക്സിമം ആണോ മിനിമം ആണോ എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്നും ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമയുടെ സിമ്പിൾ വേർഡ് പ്രോബ്ലംസ് ചോദിക്കുന്നതാണ്. ഓക്കെ,
അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അതിൻ്റെ പ്രൊസീജിയർ പഠിച്ചു വെക്കണം. എങ്ങനെയാണ്, നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും NCERT-യിലുണ്ട്. പക്ഷെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ് എന്ത് പ്രോബ്ലം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. അതെങ്ങനെയായിരുന്നു സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്? ഒരു ഫംഗ്ഷൻ തരും, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, ഇക്വേറ്റ് ടു 0 ചെയ്യുക, എക്സിന് കുറച്ച് വാല്യൂസ് തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ അതിനെന്താണ് വിളിക്കുന്നത്? ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് വിളിക്കും അല്ലേ. ഇനി എന്താണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യണം. ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിനകത്ത് എന്ത് അപ്ലൈ ചെയ്യണം? ഈ ഓരോ വാല്യൂസും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുമ്പോൾ സപ്പോസ് f'(x1) നമുക്ക് കിട്ടുന്നത് <0 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ x1 എന്ന് പറയുന്നത് എന്താണ്? ഈസ് ദ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ. അപ്പോൾ ലെസ് ദാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ട് അത് ഗ്രേറ്റർ ദാൻ എന്നാണ്, അല്ലെങ്കിൽ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഒരു മിനിമം ആണെന്നുള്ള ഒരു ഇതുണ്ട് അല്ലേ. പക്ഷേ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിനകത്ത് എന്താണ്, <0 ആണെങ്കിൽ ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമയാണ്. അപ്പോൾ ഈ പോയിന്റ് എവിടെ ഇട്ട് കൊടുക്കുമ്പോൾ? ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ x1 എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? ലോക്കൽ മാക്സിമം വാല്യൂ കിട്ടും. ഓക്കെ, ഇത് തെറ്റിപ്പോകല്ലേ, ഈ പ്രൊസീജിയർ നന്നായിട്ട് തന്നെ പഠിക്കണം. ഇനി സപ്പോസ് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിനകത്ത് ഇട്ട് കൊടുക്കുന്ന പോയിന്റ് x2 ആണ്. അങ്ങനെ അത് ചെയ്തപ്പം <0 കിട്ടിയാൽ x2 എന്ന് പറയുന്നത് എന്താണ്? പോയിന്റ് ഓഫ് ലോക്കൽ മിനിമയാണ്, മിനിമ. ഓക്കെ, അപ്പോൾ f(x2) ഫംഗ്ഷനകത്ത് ആ പോയിന്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോക്കൽ മിനിമം വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ എല്ലാവർക്കും അറിയാമല്ലോ. ഇനി അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഇൻ്റർവെൽ തന്നിട്ടുണ്ടാകും മക്കളെ, ഒരു ക്ലോസ്ഡ് AB എന്ന് വല്ലതും തന്നിട്ടുണ്ടാകും. അപ്പോൾ f(x) തന്നിട്ടുണ്ടാകും. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കാണുക, ഇക്വേറ്റ് ടു 0 ചെയ്യുക, എക്സിന് കുറച്ച് വാല്യൂസ് ഒക്കെ കിട്ടും തൊട്ട് മുന്നേ ചെയ്ത പോലെ. ദേ ആർ കോൾഡ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഈ പോയിന്റ്സും അതേപോലെ ഈ ഇൻ്റർവെല്ലിലുള്ള പോയിന്റ് f(a), അതുപോലെ f(x1), f(x2), f(b) ഇതെല്ലാം എവിടെ ഇട്ട് കൊടുക്കണം? ഈ പോയിന്റ്സ് എല്ലാം എവിടെ ആയിരുന്നു ഇട്ട് കൊടുക്കുന്നത്? ഫംഗ്ഷനിൽ. ഇങ്ങനെ ഫംഗ്ഷനിൽ ഇടുമ്പോൾ നമുക്ക് കുറച്ച് വാല്യൂസ് ഒക്കെ, ആ വാല്യൂസ് കണ്ടുപിടിക്കണം. അതിനകത്ത് ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട് മിനിമം വാല്യൂ. ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ. ഒക്കേഴ്സ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറഞ്ഞ് എഴുതി നിർത്തുക. അപ്പം ഈ പ്രൊസീജിയേഴ്സ് എല്ലാം നന്നായിട്ട് പഠിക്കണം. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകല് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു MCQ ക്വസ്റ്റ്യൻ ആണ് മക്കളെ ഇത്. f(x) be a continuous function on closed AB എന്ന് തന്നിട്ടുണ്ട്, ആൻഡ് ഡിഫറൻഷ്യബിൾ എന്ന് തന്നിട്ടുണ്ട്. ദെൻ ദിസ് ഫംഗ്ഷൻ f(x) is strictly increasing. എന്താ പറഞ്ഞിരുന്നത് മക്കളെ? f'(x) അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫോർ എവറി വാല്യൂസ് ഓഫ് x belongs to the given interval ആണെങ്കിൽ, f'(x) ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലാണ് എന്ത് പറയുന്നത്? ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് എന്നല്ലേ. അപ്പൊ ഇവിടെ ആ ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 2 ആണ് വരുന്നത്, f'(x). ഓപ്ഷൻ 4 തന്നിരിക്കുന്ന f(x) എന്ന്. അപ്പൊ മാറിപ്പോകല്ലോ കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ്. ദ ട്രാഫിക് പോലീസ് ഹാസ് ഇൻസ്റ്റാൾഡ് ഓവർ സ്പീഡ് വയലേഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം അറ്റ് വേരിയസ് ലൊക്കേഷൻ ഇൻ എ സിറ്റി. ദീസ് ക്യാമറാസ് ക്യാൻ ക്യാപ്ചർ എ സ്പീഡിംഗ് വെഹിക്കിൾ ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 300 meter and even function in the dark. A camera is installed on a pole at a height of 5 meter. It detects a car traveling away from the pole at the speed of 20 meter per second. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നമുക്ക് പടം ഒന്ന് വരച്ച് അല്ലേ. ക്യാമറ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്? ഒരു പോളിലാണ്. ആ പോളിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 5 meter. അപ്പൊ ക്യാമറ ഇവിടെ ആണുള്ളത്. ദെൻ ഇറ്റ് ഡിറ്റക്ട്സ്, ക്യാമറ ഒരു കാറിനെ ഡിറ്റക്ട് ചെയ്തു. അപ്പൊ കാർ ഇവിടെ ആണ് ഉള്ളത്. അതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്, എത്രയാണ്? 20 meter per second എന്നാണ് തന്നിരിക്കുന്ന സ്പീഡ്. അറ്റ് എനി പോയിന്റ് x meter away ഫ്രം ദ ബേസ് ഓഫ് ദ പോൾ. ബേസ് ഓഫ് ദ പോൾ എന്ന് പറയുമ്പം ഇതാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസിനെ x ആയിട്ട് എടുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ സ്പീഡ് ഓഫ് ദ ക്യാമറ ഫ്രം ദ കാർ സി ഇതാണ് എന്ന് പറയുന്നത് തീറ്റ. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഇത് തീറ്റ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. On the basis of the above information, answer the following question. Express theta in terms of the height of the camera installed on the pole and x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ മക്കളെ, നമ്മൾ ഫിഗർ വരച്ചായിരുന്നു.
ഇത് തീറ്റ, ഇത് ഹൈറ്റ് 5, ഇത് എക്സ് ആണെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻ്റ് ആണ് അല്ലേ? ദാറ്റ് ഈസ് 5/x ആണ്. സോ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 5/x എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ഡി തീറ്റ ബൈ ഡി എക്സ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. സോ ഡി തീറ്റ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാലോ, 1/1 പ്ലസ് എക്സ് സ്ക്വയർ. സോ 1/1 പ്ലസ് 5/x ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 5/xന്റെ ഡെറിവേറ്റീവ് എന്താണ്? 5/x എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു എക്സ് റൈസ് ടു -1, ദാറ്റ് ഈസ് 5 ഇൻറ്റു മൈനസ് എക്സ് റൈസ് ടു -2 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ എൽ സി ഒക്കെ എടുത്തു കഴിയുമ്പോൾ -5 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ, അത് ഇവിടെയും വരും. ഇവിടുത്തെ എക്സ് റൈസ് ടു -2 1/x സ്ക്വയർ ആയിട്ടും വരും. ഈ എക്സ് സ്ക്വയറും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? -5/x സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. എത്ര? ഡി തീറ്റ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. തേർഡ് ക്വസ്റ്റ്യന് 2 മാർക്കാണ്. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗിൾ ഓഫ് എലിവേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡി തീറ്റ ബൈ ഡി ടി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, then at an instant when the car is 5 meter away from the pole. അപ്പോൾ അതൊന്ന് നോക്കിയാലോ. തേർഡ് ക്വസ്റ്റ്യൻ ഡി തീറ്റ ബൈ ഡി ടി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കാണാം? ഡി തീറ്റ ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞ് എഴുതാം അല്ലേ? ഡി തീറ്റ ബൈ ഡി എക്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, -5/x സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതി. ഡി എക്സ് ബൈ ഡി ടി തൊട്ട് മുന്നേ തന്നിട്ടുണ്ടായിരുന്നു, എത്രയാണ്? സ്പീഡ് എന്ന് പറഞ്ഞ് 20 മീറ്റർ പെർ സെക്കൻഡ്. സോ ഡി എക്സ് ബൈ ഡി ടി എന്താണ് തന്നിട്ടുണ്ട്? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന്. അപ്പോൾ അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 20. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 50 മീറ്റർ, സോ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 50 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡി തീറ്റ ബൈ ഡി ടി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 50. അപ്പം എക്സിന് 50 കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -5/50 ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഇൻറ്റു 20 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് വരും? -4/101 റേഡിയൻ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുന്നത് കേട്ടോ. റേഡിയൻ പെർ സെക്കൻഡ്. തീറ്റയുടെ യൂണിറ്റ് റേഡിയൻ ആണ്, പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. If rate of change of the angle of elevation with respect to time of another car at a distance of 50 മീറ്റർ. സോ ഇവിടെ തന്നിരിക്കുന്നത് എക്സ് തന്നിട്ടുണ്ട് 50 മീറ്റർ. ഫ്രം ദ ബേസ് ഓഫ് ദ പോൾ ഈസ് 3/101 റേഡിയൻ പെർ സെക്കൻഡ്. അതായത് ഗിവൺ ഡി തീറ്റ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 3/101 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ കാർ. അതായത് ഡി എക്സ് ബൈ ഡി ടി ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഡി എക്സ് ബൈ ഡി ടി ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ എഴുതിയ പോലെ ഡി തീറ്റ ബൈ ഡി ടിയെ എങ്ങനെ എഴുതാം? ഡി തീറ്റ ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 3/101 എന്ന് തന്നിട്ടുണ്ട്. സോ ഡി തീറ്റ ബൈ ഡി എക്സ് നമ്മൾ കണ്ടുപിടിച്ചു, -5/x സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഇൻറ്റു ഡി എക്സ് ബൈ ഡി തീറ്റ ആണ് ഇവിടെ നമുക്ക്, ഡി ടി ആണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു 3/101. അപ്പോൾ ഇവിടെ എക്സിന് നമുക്ക് ആ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3/101 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഡിവൈഡഡ് ബൈ -5. സോ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 50. 50യും കൂടെ കൊടുക്കുമ്പം ഡി എക്സ് ബൈ ഡി ടി അല്ലേ? ഡി എക്സ് ബൈ ഡി ടിയുടെ വാല്യൂ എന്ത് കിട്ടും? 3/101 ഇൻറ്റു 50 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഡിവൈഡഡ് ബൈ -5. ആൻസർ വരുന്നത് -15 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് വരുന്നത് കേട്ടോ. എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇൻ മീറ്ററിലാണ്,
ടൈം ഇൻ സെക്കൻഡ്. സോ -15 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ കേസ് സ്റ്റഡിയിൽ ഇനിയും ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതെല്ലാം നന്നായിട്ട് ചെയ്ത് നോക്കുക. അടുത്ത 2 സിമ്പിൾ ചാപ്റ്ററാണ് വെക്റ്റർ ഓൾജിബ്രയും 3 ഡയമെൻഷണൽ ജോമെട്രി അല്ലേ. അതിനകത്ത് വെക്റ്റർ ഓൾജിബ്രയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് അത് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് ആണ്. അതായത് ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും. എന്തായിരുന്നു മക്കളെ? എ ഡോട്ട് ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ. എന്തായിരുന്നു? എ ക്രോസ് ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സൈൻ തീറ്റ ആയിരുന്നു. ഇവിടെ ഓർത്തിരിക്കേണ്ട 2 കണ്ടീഷൻ, 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. 2 വെക്ടർ പാരലൽ ആണെങ്കിൽ അവരുടെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ആ 2 കണ്ടീഷൻസ് ഓർത്ത് വെക്കുക. പിന്നെ ഓർത്ത് വെക്കാനായിട്ടുള്ളതാണ് പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ ബി വെക്ടറിന്റെ ക്വസ്റ്റ്യൻസ്. അതെന്തായിരുന്നു? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. അതേപോലെ തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിളും ഏരിയ ഓഫ് പാരലോഗ്രമും. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് അഡ്ജസൻറ്റ് സൈഡ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ്. ഏരിയ ഓഫ് പാരലോഗ്രം എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഏരിയ ഓഫ് പാരലോഗ്രം എ ക്രോസ് ബി. ഓക്കെ, അപ്പം ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ലെറ്റ് തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ 2 യൂണിറ്റ് വെക്ടേഴ്സ് എ ആൻഡ് ബി സച്ച് ദാറ്റ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 3/5 ആൻഡ് എ ഡോട്ട് ബി ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ ആണെന്നറിയാം. യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും എന്തായിരിക്കും? 1 ആയിരിക്കും. യൂണിറ്റ് വെക്ടേഴ്സ് ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. ദെൻ എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഈക്വൽ ടു കോസ് തീറ്റ എന്നപ്പം വരും അല്ലേ. നമുക്കറിയാം ഒരു സൈൻ തീറ്റ. ഇതിനകത്ത് ഐഡന്റിറ്റി വേണേൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ട്രയാങ്കിൾ ലോ വേണമെങ്കിലും ചെയ്യാം. അപ്പം തീറ്റ ഇതാണെങ്കിൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ അഡ്ജസന്റ് എങ്ങനെ കിട്ടും? റൂട്ട് ഓഫ് 5² - 3² വിച്ച് ഈസ് equal to root 25 minus 9 root 16 is equal to 4 എന്ന് കിട്ടും. അഡ്ജസൻറ്റ് സൈഡ് 4 എന്ന് കിട്ടി. അപ്പം കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 4/5 പ്ലസ് ഓർ മൈനസ്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 അതിൽ നിന്നും വേണമെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കാം. ഓക്കെ, കോസ് തീറ്റ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ദ വെക്ടർ വിത്ത് ദ ടെർമിനൽ പോയിന്റ് എ ആൻഡ് ഇനിഷ്യൽ പോയിന്റ് ബി ആണ്. അപ്പൊ വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിലിവിടെ നിങ്ങൾക്ക് തെറ്റാവുന്നത്, ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് ടെർമിനൽ പോയിന്റ് ആണ് എ, ഇനിഷ്യൽ പോയിന്റ് ആണ് ബി. ടെർമിനൽ മൈനസ് ഇനിഷ്യൽ ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ശരിക്കും ബി എ വെക്ടർ ആണ്. ദാറ്റ് ഈസ് എ വെക്ടർ മൈനസ് ബി വെക്ടർ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ എന്ത് വരും മക്കളെ? 2 - 3i plus -3 minus of minus ആകുമ്പോൾ +4j plus 5 - 7k. അപ്പം എന്നാ വരും? -i plus j minus 2k എന്നാണ് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ 4 ആണ് ആൻസർ. അപ്പം നിങ്ങളെ തെറ്റിക്കാനായിട്ട് ഓപ്ഷൻ 1 ഇട്ടിട്ടുണ്ട്. നിങ്ങൾ തിരിച്ച് മൈനസ് ചെയ്ത് വെച്ചാൽ, അതായത് ഇനിഷ്യൽ മൈനസ് ടെർമിനൽ ചെയ്ത് വെച്ചാൽ നിങ്ങൾ ഓപ്ഷൻ 1 ആയിരിക്കും എഴുതുന്നത്. അപ്പോൾ നിങ്ങളുടെ ആൻസർ തെറ്റും. അപ്പോൾ ശ്രദ്ധിച്ചോണം, ടെർമിനൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെർമിനൽ മൈനസ് ഇനിഷ്യൽ ആണ് ചെയ്യേണ്ടത് വെക്ടർ കണ്ടുപിടിക്കാൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഇൻ ദ ഗിവൺ ഫിഗർ ABCD ഇസ് എ പാരലോഗ്രാം. ഇഫ് AB വെക്ടർ ഗിവൺ ആൻഡ് DB വെക്ടർ ഓൾസോ ഗിവൺ, ദെൻ ഫൈൻഡ് AD വെക്ടർ, ഹെൻസ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഏരിയ ഓഫ് എ പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡിന്റെ ക്രോസ് പ്രോഡക്റ്റ് ആണ്. സോ ഇവിടെ AB തന്നിട്ടുണ്ടെങ്കിൽ ADയും കൂടെ കിട്ടിയാൽ അതിന്റെ രണ്ടിന്റെയും ക്രോസ് പ്രോഡക്റ്റ് എടുത്തിട്ട് മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ മതി ഏരിയ ഓഫ് ദ പാരലോഗ്രത്തിന് അല്ലേ. അപ്പൊ ഇവിടെ നമുക്കപ്പോൾ AD വേണം. അപ്പൊ ഇത് നോക്കിയാൽ മക്കളെ, ഈ ട്രയാങ്കിൾ ADB, ഇപ്പൊ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിക്കാം. AD വെക്ടർ പ്ലസ് AB വെക്ടർ ഇസ് ഈക്വൽ ടു DB വെക്ടർ. ഇതിനകത്ത് നമുക്ക് വേണ്ടത് AD വെക്ടർ ആണ് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു DB വെക്ടർ മൈനസ് AB വെക്ടർ. അപ്പം നോക്കിയാൽ മക്കളെ, DBയിൽ നിന്നും AB ഒന്ന് മൈനസ് ചെയ്തേ, 3 - 2i -6 പ്ലസ് 4 വരും, ദാറ്റ് ഈസ് -2j പ്ലസ് 2 -5 -3k എന്ന് കിട്ടും. സോ AD വെക്ടർ കിട്ടിയില്ലേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. ഇനി ഏരിയ ഓഫ് പാരലോഗ്രാം,
ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഡി വെക്റ്റർ ക്രോസ് എ ബി വെക്റ്റർ ആണ്. അതെങ്ങനെയാണ് നമുക്ക് കാണുന്നത്? ഡിറ്റർമിനന്റ് എ ഡി ക്രോസ് എ ബി എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് വെച്ച് ഡിറ്റർമിനന്റ് ഐ ജെ കെ എ ഡി 1 - 2 - 3 ദെൻ എ ബി എന്ന് പറയുന്നത് 2 - 4 5 ആണ്, which is equal to I into -10 -12 then minus j into 5 plus 6 plus k into -4 plus 4 -4 plus 4 അത് 0 ആയി പോകും. സോ ഇതിൻ്റെ ആൻസർ -22i -11j -22i -11j. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കാണേണ്ടത് അല്ലേ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോഴത്തേന് നമുക്ക് എത്ര കിട്ടും? വാല്യൂസ് എത്ര കിട്ടുമെന്ന് നോക്കിയേ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഡി വെക്റ്റർ ക്രോസ് എ ബി വെക്റ്റർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് -22 ദ ഹോൾ സ്ക്വയർ പ്ലസ് -11 ദ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ റൂട്ട് കിട്ടുന്നത് നമുക്ക് √605 എന്നാണ് കിട്ടുന്നത്. √605 which is equal to 11√5 എന്ന് എഴുതാം. ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കുക മക്കളെ. ഏരിയ ഓഫ് ട്രയാങ്കിൾ വേണമെങ്കിലും ചോദിക്കാം. ഇനി അടുത്തത് 3 ഡയമെൻഷണൽ ജോമെട്രി. ഇപ്പോൾ 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഡയറക്ഷൻ കൊസൈൻ LMN. L is equal to cos alpha, M is equal to cos beta and N is equal to cos gamma അല്ലേ? അവരുടെ റിലേഷൻ L² + M² + N² is equal to 1 or cos square alpha plus cos square beta plus cos square gamma is equal to 1 എന്ന് പറഞ്ഞ റിലേഷൻ അല്ലേ? അത് ഓർത്ത് വെക്കുക. ഇനി ABC എന്ന് പറയുന്നതാണ് ഡയറക്ഷൻ റേഷ്യോസ്. ഡയറക്ഷൻ റേഷ്യോസ് തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്ഷൻ കൊസൈൻ എങ്ങനെ കാണുന്നത്? L is equal to A by root of A square plus B square plus C square. M is equal to B by root of A square plus B square plus C square and N is equal to C by root of A square plus B square plus C square അല്ലേ? ഇനി രണ്ട് കണ്ടീഷൻസ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ രണ്ട് കണ്ടീഷൻസ് ഇവിടെ ഉണ്ട്. If two lines are parallel then direction ratios are proportional. A1 by A2 is equal to B1 by B2 is equal to C1 by C2. And if two lines are perpendicular then A1 A2 plus B1 B2 plus C1 C2 എന്തായിരിക്കും? is equal to 0 ആയിരിക്കും അല്ലേ? Then vector equation എന്തായിരുന്നു? vector equation of a line passing through a given point and parallel to a given vector. R vector is equal to A vector plus lambda B vector എന്നായിരുന്നു. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? x minus x1 by A which is equal to y minus y1 by B which is equal to z minus z1 by C എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് എന്തായിരുന്നു? കോസ് തീറ്റ. അതിൻ്റെയും വെക്റ്റർ ഇക്വേഷനും ഉണ്ട്, കാർട്ടീഷ്യൻ ഇക്വേഷനും ഉണ്ട്. വെക്റ്റർ ഇക്വേഷൻ എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് B1 ഡോട്ട് B2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B2 എന്നാണ്. ഇനി ഇതിൻ്റെ തന്നെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്തായിരുന്നു? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു absolute value of A1 A2 plus B1 B2 plus C1 C2 divided by root of A1 square plus B1 square plus C1 square into root of A2 square plus B2 square plus C2 square. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ചോദിച്ചാൽ നമുക്ക് ഇതിലേത് ഫോർമുല വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ്. ഇപ്പോൾ 2 ലൈൻസ് ഇൻ്റർസെക്റ്റിംഗ് ആണെങ്കിൽ എന്തായിരിക്കും അവരുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുലയൊക്കെ ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ അതിൽ നിന്ന് എന്ത് നമുക്ക് പറയാൻ പറ്റും? ഗിവൺ ലൈൻസ് ആർ ഇൻ്റർസെക്റ്റിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴത്തേന് എന്താണ്? ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നേ ചോദിക്കത്തുള്ളൂ. അപ്പം നിങ്ങളാണ് അത് മനസ്സിലാക്കേണ്ടത്. അത് പാരലൽ ലൈൻസ് ആണോ സ്ക്യൂ ലൈൻസ് ആണോ എന്ന് അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ ഫോർമുലാസ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ലൈൻസിൻ്റെ വെക്റ്റർ ഇക്വേഷൻ തരാം, 2 ലൈൻസിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ ഒരു ലൈനിൻ്റെ വെക്റ്റർ ഒരു ലൈനിൻ്റെ കാർട്ടീഷ്യൻ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ 2 ലൈൻസിൻ്റെ വെക്റ്റർ ഇക്വേഷനാണ് തരുന്നെങ്കിൽ A1 പ്ലസ് ലാംഡ B1 ദെൻ അടുത്ത ലൈനിൻ്റെ ഇത് L1 എന്ന് പറഞ്ഞ ലൈന്, ഇത് L2 എന്ന് പറഞ്ഞ ലൈനിൻ്റെ
വെക്റ്റർ ഇക്വേഷൻ a2 പ്ലസ് മ്യൂ b2 ഇങ്ങനെ തരുവാണെങ്കിൽ ഇഫ് b1 ഈസ് ഈക്വൽ ടു b2 ആണെങ്കിൽ നമുക്കതിനെ കോമൺ ആയിട്ട് ബി വെക്റ്റർ എന്ന് വിളിക്കാം. അത് എന്ത് ലൈനാണ്? അത് പാരലൽ ലൈൻസ് ആയിരിക്കും. ഓക്കെ, അത് പാരലൽ ലൈൻസ് ആയിരിക്കും. ഇനിയും b1 വെക്റ്റർ ഈസ് നോട്ട് ഈക്വൽ ടു b2 വെക്റ്റർ ആണെങ്കിൽ എന്ത് ലൈൻസ് ആയിരിക്കും? അത് സ്ക്യൂ ലൈൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ, സ്ക്യൂ ലൈൻസിന്റെ ഡിസ്റ്റൻസ് കാണാനായിട്ടുള്ള ഫോർമുലയാണ് b1 ക്രോസ് b2 അബ്സല്യൂട്ട് വാല്യൂ. അതിന്റെ നെഗറ്റീവ് കിട്ടുവാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് വാല്യൂ എടുക്കുക. കാര്യം ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് b1 ക്രോസ് b2 ഡോട്ട് a2 മൈനസ് a1 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ക്രോസ് b2. കാർട്ടീഷ്യനും പഠിച്ചു വെക്കുക. ഏതെടുത്താലും നമുക്ക് സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. പാരലൽ ലൈൻസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു b1 ഈസ് ഈക്വൽ ടു b2 ആയിരിക്കും. കോമൺ ആയിട്ട് നമുക്ക് അതിനെ ബി വെക്ടർ എന്ന് വിളിക്കാം. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് b വെക്ടർ ക്രോസ് a2 മൈനസ് a1 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്ടർ ആണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിച്ചു നോക്കാം. ഇഫ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ ആർ, ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എൽ തന്നിട്ടുണ്ട് √3k, എം തന്നിട്ടുണ്ട് √3k ആൻഡ് എന്നും തന്നിട്ടുണ്ട് √3k. നമുക്കറിയാം L² പ്ലസ് M² പ്ലസ് N² ഇസ് ഈക്വൽ ടു 1 ആണെന്നറിയാം. സോ √3k ദ ഹോൾ സ്ക്വയർ പ്ലസ് √3k ദ ഹോൾ സ്ക്വയർ പ്ലസ് √3k the whole square is equal to 1. That is 3k² plus 3k² plus 3k² is equal to 1. 9k² is equal to 1. k² is equal to 1 by 9 and k is equal to plus or minus 1 by √3. ഓപ്ഷൻ 4 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആ റിലേഷൻ പഠിച്ചു വെക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് പി എന്ന് തന്നിരിക്കുന്നു ABC ഫ്രം y ആക്സിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ y ആക്സിസിലെ പോയിന്റ് എന്തായിരിക്കും? y ആക്സിസിലെ എക്സും ഇസഡും 0 ആയിരിക്കും അല്ലേ? y ആക്സിസിലെ പോയിന്റ് മാത്രമേ കാണത്തുള്ളൂ. അവിടെ അത് ഏതാണ്? ബി ആണ്. സോ 0B0 എന്നാണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചാൽ പോരെ. √a മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് b മൈനസ് b ദ ഹോൾ സ്ക്വയർ പ്ലസ് c മൈനസ് 0 ദ ഹോൾ സ്ക്വയർ എന്ത് വരും മക്കളെ? √a² പ്ലസ് c² എന്ന് വരും. ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത അസേർഷൻ റീസൺ. അപ്പം 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നമുക്ക് അസേർഷൻ റീസൺ വേണേൽ ചോദിക്കാം, കേസ് സ്റ്റഡി ചോദിക്കാം. അസേർഷൻ റീസൺ ആണ് കുറച്ചുകൂടെ കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എ ലൈൻ ഇൻ സ്പേസ് കനോട്ട് ബി ഡ്രോൺ പെർപെൻഡിക്കുലർ ടു XYZ ആക്സിസ് സൈമൾട്ടേനിയസ്ലി. ഒരേപോലെ വരയ്ക്കാൻ പറ്റില്ല. കാര്യം എന്താണ്? ഈ ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ ഈ ഓരോ ആക്സിസിൻ്റെയും ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻ്റ് ആണ്. എക്സിൻ്റെ ഡയറക്ഷൻ ഇതാണ് ണെങ്കിൽ വൈയുടെ ഡയറക്ഷൻ ഇതാണെങ്കിൽ ഇസഡിന്റെ ഡയറക്ഷൻ ഇതാണ്. ഇതിന്റെ ഡയറക്ഷൻസ് ആർ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു ലൈന് എന്താണ് ഇതിന് മൂന്നിനും കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റത്തില്ല. അടുത്ത നോക്കിയേ, ഫോർ എനി ലൈൻ മേക്കിംഗ് ആംഗിൾ ആൽഫ ബീറ്റ ഗാമ വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് x, y, z റെസ്പെക്റ്റീവ്ലി cos² ആൽഫ പ്ലസ് cos² ബീറ്റ പ്ലസ് cos² ഗാമ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ രണ്ടാമത് തന്നിരിക്കുന്നതും സെയിം ആണ്, എന്താണ് ട്രൂ ആണ് അല്ലേ? അസേർഷനും ട്രൂ ആണ്, റീസണും ട്രൂ ആണ്. റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ്. അത് ഒരു ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ആൽഫ ബീറ്റ ഗാമ തന്നെയാണ്, പെർപെൻഡിക്കുലർ അല്ല. ഓക്കെ, അപ്പോൾ എന്താണ്? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓപ്ഷൻ 1 ആണ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഇമേജ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇതിൽ നിന്ന് എസ് എ ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഏതെങ്കിലും സ്ക്യൂവോ പാരലൽ ലൈൻസിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനും എസ് എ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതേപോലെ ഇമേജ്, ഒരു പോയിന്റിന്റെ ഇമേജിന്റെ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്കൊരു ഫിഗർ വരച്ചേ മക്കളെ. ഒരു ലൈൻ ഉണ്ട്, ഒരു പോയിന്റ്. ആ പോയിന്റ് എന്ന് പറയുന്നത് പി ആണ്. XYZ തന്നിരിക്കുന്നത് അല്ലേ? ഈ ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. x/1 is equal to y minus 1/2 is equal to z minus 2/3. സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ്. അത് ശ്രദ്ധിച്ചോണം. സ്റ്റാൻഡേർഡ് ഫോം അല്ല, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിലാക്കണം. ഇനിയും ഈ പി എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഇമേജ് ആണ് P'. അത് എത്രയാണ്? 107 എന്നും തന്നിട്ടുണ്ട്. അപ്പം ഇത് എം എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. എമ്മിൻ്റെ പ്രത്യേകത എന്താ മക്കളെ? എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് P' ആണ് അല്ലേ? ഓക്കെ, അപ്പം ഈ എം എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? XYZ ആണെങ്കിൽ അത് എവിടെ നിന്ന് സാറ്റിസ്ഫൈ ചെയ്യും? ഈ തന്നിരിക്കുന്ന ലൈനിൻ്റെ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യും എം എന്ന് പറഞ്ഞ പോയിന്റ് അല്ലേ? അപ്പം ഈ എം എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോഓർഡിനേറ്റ് ഓഫ് എം
എന്ന് പറയുന്നത് എന്ത് കിട്ടും? x by 1 equal to y minus 1 by 2 equal to z minus 2 by 3 is equal to lambda എന്ന് കിട്ടിയാൽ x is equal to lambda, y is equal to 2 lambda plus 1 and z is equal to 3 lambda plus 2 എന്ന് കിട്ടി. അപ്പോൾ ഈ പോയിന്റ് m എന്ന് പറഞ്ഞ പോയിന്റ് ലാംഡ 2 ലാംഡ പ്ലസ് 1 then 3 ലാംഡ പ്ലസ് 2 എന്നാണ്. അപ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടണം അല്ലേ? ഈ ലാംഡയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? അതിനായിട്ട് നോക്കിക്കേ മക്കളെ, ഹിയർ MP dash is perpendicular to the line. പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ആണ്. അങ്ങനെ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡയറക്ഷൻ റേഷ്യോസിനെ പറ്റി എന്ത് പറയാം? A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ? അപ്പോൾ അതിനായിട്ട് നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് MP ഡാഷ് നോക്കാം. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് MP ഡാഷ് എങ്ങനെയാണ് മക്കളെ? രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസ് കാണുന്ന x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1 ആണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പം ലാംഡ മൈനസ് 1 2 ലാംഡ പ്ലസ് 1 മൈനസ് 0 ആണ് 3 ലാംഡ പ്ലസ് 2 മൈനസ് 7 എന്ന് പറയുന്നത് 3 ലാംഡ മൈനസ് 5. ഇതാണ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് MP ഡാഷ് എന്ന് പറയുന്നത്. ഇനി ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് അറിയാം. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ അത് ഓൾറെഡി നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എഴുതാം. ഏതൊക്കെയാണ്? 1 2 3. ഓക്കെ, ഇനി എന്താണ്? A1 A2 വി നോ A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടും 1 ഇൻറ്റു ലാംഡ മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു 2 ലാംഡ പ്ലസ് 1 പ്ലസ് 3 ഇൻറ്റു 3 ലാംഡ മൈനസ് 5 ഈസ് ഈക്വൽ ടു 0. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാംഡയുടെ വാല്യൂ 1 എന്ന് കിട്ടും. ഇനി കോർഡിനേറ്റ്സ് M അറിയാമല്ലോ. M എന്തായിരുന്നു? അതിന് കണ്ടുപിടിക്കാമല്ലോ. ലാംഡ അപ്പോൾ 1 2 ലാംഡ പ്ലസ് 1 2 ഇൻറ്റു 1 2 പ്ലസ് 1 ഈസ് 3 then 3 lambda plus 2 that is 5. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കിട്ടി 135 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്നുള്ള രീതിയിൽ ചോദിക്കാവേ. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കിട്ടി 135. PXYZ ആണ്. എമ്മിൻ്റെ വാല്യൂ കിട്ടി 135. P ഡാഷ് നമുക്ക് തന്നിട്ടുണ്ട് 107. സോ ഹിയർ M ഈസ് ദ മിഡ് പോയിന്റ് ആണ് അല്ലേ? ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് PP ഡാഷ്. അപ്പോൾ എങ്ങനെയാണ് മക്കളെ? x പ്ലസ് 1 ബൈ 2 ഈസ് ഈക്വൽ ടു 1 അല്ലേ? സിമിലർലി y പ്ലസ് 0 ബൈ 2 ഈസ് ഈക്വൽ ടു 3. Then z plus 7 by 2 is equal to 5. X is equal to 2 minus 1, 1. Y is equal to 5. Then z is equal to 10 minus 7, 3. അപ്പം ഇമേജ് കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് P. Therefore, coordinates of പോയിന്റ് P 1 5 3 എന്ന് പറഞ്ഞ് കിട്ടും. ഇത് തിരിച്ചും ചോദിക്കാം. ഈ പോയിന്റ് തന്നിട്ട് ഇമേജിൻ്റെ കോർഡിനേറ്റും ചോദിക്കാം. അന്നേരവും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇമേജിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളത് വിട്ട് കളയാഞ്ഞേക്കല്ല്. essay ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് വിട്ട് കളയല്ലേ കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിവിടെ 5 ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത് വേഗം ഒന്ന് റിവൈസ് ചെയ്തു. അതിനുശേഷം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പം നന്നായിട്ട് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ഈ ചാപ്റ്ററിൽ നിന്നെല്ലാം ഫുൾ മാർക്ക് കിട്ടട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.